2000 കോടിയിലേറെ രൂപ കേന്ദ്രം തടഞ്ഞിട്ടും തമിഴ്നാട് വഴങ്ങുന്നില്ല. ഭാഷാ നിലപാടിൽ കേന്ദ്ര സർക്കാരിന് വഴങ്ങാത്ത ഏക സംസ്ഥാനമായി തമിഴ്നാടിന് എത്ര കാലം തുടരാൻ കഴിയും? ഹിന്ദി കൂടി പഠിപ്പിക്കണം എന്ന കേന്ദ്ര സർക്കാർ നിബന്ധനയ്ക്ക് വഴങ്ങാത്ത തമിഴ്നാടിന് സമഗ്ര ശിക്ഷാ അഭിയാനിൽ നഷ്ടമായത് 2152 കോടി രൂപയാണ്. ഒരു നൂറ്റാണ്ടായി തമിഴ്നാട് തുടരുന്ന ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിരുദ്ധ സമരത്തിൽ പുതിയ അധ്യായം കുറിക്കുകയാണ് DMK ഇപ്പോൾ. TVK നേതാവ് നടൻ വിജയും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ സമരം പ്രഖ്യാപിച്ചു. അതോടെ നടൻ വിജയ് നടത്തുന്ന വിജയ് വിദ്യാശ്രമം എന്ന CBSE സ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് എന്നാരോപിച്ച് BJP അധ്യക്ഷൻ K അണ്ണാമലൈ രംഗത്തെത്തി. ഹിന്ദി പഠിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്നും തമിഴ്നാടിന് അർഹതപ്പെട്ടത് തടഞ്ഞാൽ കണ്ടിരിക്കില്ലെന്നും കാണിച്ച് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കത്തയച്ചു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. തമിഴ്നാട് തുടക്കമിടുന്ന രണ്ടാം ഭാഷാ സമരം. തമിഴ്നാടിന്റെ ദ്രാവിഡ രാഷ്ട്രീയം ഒരു നൂറ്റാണ്ടായി കെട്ടിപ്പടുത്തത് ഹിന്ദി വിരുദ്ധ സമരത്തിലാണ്. പെരിയാർ EV രാമസ്വാമിയും CN അണ്ണാദുരയും തമിഴ് മക്കൾ രാഷ്ട്രീയത്തെ കെട്ടിപ്പടുത്തത് ഹിന്ദി ബ്രാഹ്മണ വിരുദ്ധ സമരങ്ങളിലൂടെയാണ്. ആ സമരത്തിന്റെ തീജ്വാലയിലാണ് M കരുണാനിധി തമിഴ്നാട്ടിൽ നിറഞ്ഞു നിന്നത്. ആ ജ്വാലയിൽ നിന്ന് വിളക്കു കൊളുത്തിയാണ് MK സ്റ്റാലിൻ ഇപ്പോൾ ഹിന്ദി വിരുദ്ധ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതുന്ന ഏറ്റവും ശക്തമായ കത്താണ് MK സ്റ്റാലിൻ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഇത് കേവലം ഭാഷാ സമരം എന്നതിനപ്പുറം ഭരണഘടനാപരമായ അധികാരത്തെ ചൊല്ലിയുള്ള പോരാട്ടം കൂടിയാണ്. ഭരണഘടന അനുസരിച്ച് വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ്. സമഗ്ര ശിക്ഷാ അഭിയാനുള്ള ഫണ്ടിലൂടെ കേന്ദ്രം അതിൽ കൈകടത്തുന്നു എന്നാണ് പതിറ്റാണ്ടായുള്ള ആരോപണം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര നിബന്ധനകൾക്ക് വഴങ്ങിയപ്പോഴും വിമതത്വത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തമിഴ്നാട്. തമിഴും ഇംഗ്ലീഷുമല്ലാതെ മൂന്നാമതൊരു ഭാഷ പഠിപ്പിക്കില്ല എന്നാണ് ആ പ്രഖ്യാപനം. പ്രത്യേകിച്ച് ഹിന്ദി എന്ന് അടിവരയിട്ടുകൂടി പറയുന്നുണ്ട് തമിഴ്നാട്. മൂന്നാം ഭാഷാ നിർദ്ദേശം നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഉയർന്നു വന്നതല്ല. സ്വാതന്ത്ര്യാനന്തരം തന്നെ രാജ്യത്തെ പ്രധാന വിഷയങ്ങളിലൊന്നായി മാറിയതാണ്. പിന്നീട് രാഷ്ട്രപതിയായ ഡോക്ടർ S രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി 1948 തന്നെ വിഷയം പഠിച്ചതാണ്. അത്യന്തം സംഘർഷഭരിതമായിരുന്ന അക്കാലത്ത് തന്നെ ഹിന്ദി ഇന്ത്യയുടെ ഫെഡറൽ ഭാഷയാകണം എന്നായിരുന്നു S രാധാകൃഷ്ണൻ സമിതിയുടെ പ്രധാന നിർദ്ദേശം. ഹിന്ദി എന്നല്ല, ഹിന്ദുസ്ഥാനി എന്നാണ് കമ്മീഷൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. ഇന്ത്യയുടെ ഭരണപരവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഭാഷ ഹിന്ദി ആകണം എന്ന ആ നിർദ്ദേശത്തോട് വലിയ വിയോജിപ്പുയർന്നത് ദക്ഷിണേന്ത്യയിൽ മാത്രമായിരുന്നില്ല. ഗുജറാത്തിയും മറാത്തിയും ഭോജ്പുരിയും അസാമീസും ബംഗാളിയും എല്ലാം പറയുന്ന നാടുകളും അങ്ങനെയൊരു ഹിന്ദി വാഴ്ചയ്ക്ക് അനുകൂലമായിരുന്നില്ല. ഇന്ന് അത്ഭുതമെന്ന് തോന്നുന്ന ഒരു നിർദ്ദേശമായിരുന്നു ആ റിപ്പോർട്ടിന്റെ കാതൽ. ഇംഗ്ലീഷ് ഘട്ടം ഘട്ടമായി ഉപേക്ഷിച്ച് ഹിന്ദിയെ ഫെഡറൽ ഭാഷയാക്കുക എന്നായിരുന്നു വിവക്ഷ. ചൈനയിൽ എന്നതുപോലെ ഇംഗ്ലീഷ് ഇല്ലാതെ തന്നെ സാങ്കേതിക പഠനത്തിനു കൂടിയുള്ള ഇന്ത്യയിലെ ഭാഷയായി ഹിന്ദിയെ മാറ്റാനും അന്ന് നിർദ്ദേശമുണ്ടായി. ഇംഗ്ലീഷ് ഉടൻ ഉപേക്ഷിക്കുന്നത് എളുപ്പമല്ലെന്നും ഭരണപരമായ കാര്യങ്ങൾക്ക് തൽക്കാലം ഇംഗ്ലീഷ് തുടരാമെന്നുമായിരുന്നു ഒത്തുതീർപ്പ്. എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി പഠിച്ചു വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ആ നിർദ്ദേശത്തിനെതിരെ ഉത്തരേന്ത്യയിലെങ്ങും പ്രക്ഷോഭമുണ്ടായി. തമിഴ്നാട്ടിൽ അത് ആളിക്കത്തി. തമിഴരെന്തിന് ഹിന്ദി പഠിക്കണം എന്ന ലളിതമായ ചോദ്യമാണ് തമിഴ്നാട് ഉയർത്തിയത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണെങ്കിലും ആഗോള ഭാഷയായ ഇംഗ്ലീഷുണ്ട്. അതിനൊപ്പം മാതൃഭാഷയായ തമിഴും പഠിക്കുന്നു. ഇതിനപ്പുറം മൂന്നാമതൊരു ഭാഷ കയ്യിൽ വെച്ചാൽ മതിയെന്ന ശക്തമായ ആ സന്ദേശം ഏറ്റവും വേരുപിടിച്ചത് അന്ന് തമിഴ്നാട്ടിലാണ്. കേരളവും കർണാടകയും ഹിന്ദി മൂന്നാം ഭാഷയായി ഏറ്റെടുത്തപ്പോൾ തമിഴ്നാട് ഈ പതിറ്റാണ്ടുകളിലെല്ലാം പ്രതിഷേധം തുടർന്നു. രാജ്യത്തെ ഭരണം സുഗമമാകാൻ എല്ലാവരും ദ്വിഭാഷ പഠിക്കണം. അതോടൊപ്പം ഹയർ സെക്കൻഡറി സർവകലാശാല തലങ്ങളിൽ വിദ്യാർത്ഥികൾ 3 ഭാഷ പഠിക്കണം. ഇതായിരുന്നു S രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ അന്തിമ ശുപാർശ. മാതൃഭാഷയ്ക്കൊപ്പം ഫെഡറൽ ഭാഷയായ ഹിന്ദിയിലും പ്രാവീണ്യം നേടണം. ആഗോള കാര്യങ്ങൾ അറിയുന്നതിനായി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാനുള്ള ശേഷിയും ഉണ്ടാകണം.
പിന്നീട് നിയമിതരായ കോത്താരി കമ്മീഷനും അംഗീകരിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സമിതിയുടെ ഈ നിർദ്ദേശമായിരുന്നു. അങ്ങനെ 1968 തന്നെ ത്രിഭാഷാ പഠനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നിയമം നിർമ്മിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ വന്ന ആ നിർദ്ദേശത്തോട് അന്ന് AICC അധ്യക്ഷനായിരുന്ന കെ കാമരാജ് കടുത്ത വിയോജിപ്പിലായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതിനു പിന്നാലെ കെ കാമരാജിന് സ്ഥാനം നഷ്ടമായി. കാമരാജിന് പകരം നിയമിതനായ എസ് നിജലിംഗപ്പയും സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് എതിരായിരുന്നു. AICC അധ്യക്ഷന്മാരുടെ എതിർപ്പ് മറികടന്ന് നിയമം പാസാക്കിയെങ്കിലും ഇന്ദിരാഗാന്ധി സർക്കാർ അത് കർശനമാക്കിയില്ല. മൈസൂർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എസ് നിജലിംഗപ്പ പ്രത്യേകം യോഗം തന്നെ വിളിച്ചിരുന്നു. നിജലിംഗപ്പയ്ക്ക് പുറമെ AICC അധ്യക്ഷൻ കാമരാജും ബംഗാളിലെ കോൺഗ്രസ് നേതാവ് അതുല്യ ഘോഷും കേന്ദ്രമന്ത്രി സഞ്ജീവ് റെഡ്ഡിയും ഒക്കെ പങ്കെടുത്ത ആ കുറുമുന്നണി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ നിർദ്ദേശത്തോട് ശക്തമായി വിയോജിച്ചത് മൊറാർജി ദേശായി ആയിരുന്നു. ഹിന്ദിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നതും മൊറാർജി ദേശായി തന്നെയായിരുന്നു. 1965 ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൽ തമിഴ്നാട്ടിൽ ജീവൻ പോയത് 70 പേർക്കെന്നാണ് സർക്കാർ രേഖകൾ. 500 പേർ വരെ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്ക്. എം ഭക്തവത്സലം മുഖ്യമന്ത്രിയായിരുന്ന സർക്കാർ പാരാമിലിറ്ററിയെ ഇറക്കിയിട്ടും കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞില്ല. പോലീസുകാരെ വരെ കത്തിക്കുന്നതിലേക്കെത്തി അന്നത്തെ തമിഴ് സമരം. കൃത്യം 60 വർഷം മുമ്പ് 1965 ഫെബ്രുവരിയിലായിരുന്നു രാജ്യത്തെ മുൾമുനയിലാക്കിയ ആ പ്രക്ഷോഭം. കേന്ദ്രം ത്രിഭാഷാ നയവുമായി തുടർന്നപ്പോഴും തമിഴ്നാട് ദ്വിഭാഷയിൽ ഉറച്ചുനിന്നു. ഇപ്പോൾ തമിഴ്നാടിന് അർഹമായ വിദ്യാഭ്യാസ സഹായം കിട്ടാൻ ത്രിഭാഷാ നയം നടപ്പാക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. തമിഴ് രാഷ്ട്രീയവും തമിഴക ദേശീയതയും കെട്ടിപ്പടുത്തിരിക്കുന്നത് ഹിന്ദി വിരുദ്ധതയിലാണ്. ഇപ്പോൾ തമിഴകത്തിന് വിയോജിപ്പ് ആ ഭാഷയോട് മാത്രമാണ്, ആ ഭാഷ സംസാരിക്കുന്നവരോടില്ല. മഹാരാഷ്ട്രയിലൊക്കെ മറാത്ത വികാരം പ്രക്ഷോഭമായപ്പോൾ ആക്രമിക്കപ്പെട്ടത് ഭാഷയല്ല, മദ്രാസികളാണ്. തമിഴും തെലുങ്കും മലയാളവും ഒക്കെ പറയുന്നവരുടെ കടകൾക്ക് തീയിട്ടു. ഇഡലിയും സാമ്പാറും വഴിയിൽ ഒഴുക്കി. അങ്ങനെ ഒരു സമരത്തിലേക്ക് തമിഴ്നാട് പോയാൽ അത് ഇന്ത്യയുടെ ഫെഡറലിസത്തെ തന്നെയാകും ബാധിക്കുക. കേന്ദ്ര ഫണ്ട് ഒരു സഹായമോ ദാനമോ അല്ല, സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട തുകയാണ്. അത് നൽകാൻ അജണ്ടകൾ ഉണ്ടാക്കിയാൽ പ്രത്യാഘാതം നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.